ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫ്ലാറ്റ് ടു ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലത്തെ ഗ്ലോബൽ മാർക്കറ്റുകളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും ഇന്നലെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അമേരിക്കയിലെ റസൽ 2000 ഇൻഡെക്സ് മാത്രമാണ് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. അമേരിക്കയിലെ ടെക്നോളജി സെൽ ഓഫ് തന്നെയാണ് വലിയ രീതിയിൽ ഇന്നലെയും കണ്ടത്. NVIDIAയുടെ സ്റ്റോക്ക് പ്രൈസിൽ നല്ല രീതിയിൽ ഇടിവ് കണ്ടിരുന്നു. അതോടൊപ്പം ആൽഫബറ്റും അതുപോലെ തന്നെ ആപ്പിൾ, ഈ രണ്ട് സ്റ്റോക്കുകളാണ് ഈ മാർക്കറ്റ് സെൽ ഓഫിലും പിടിച്ചു നിന്നിട്ടുള്ളത്. ആൽഫബറ്റ് ജെമിനൈ 3 പുതിയ AI ടൂൾ ലോഞ്ച് ചെയ്യാണ്. കൂടുതൽ റീസണിങ് പവറും അതുപോലെ തന്നെ സെർച്ച് ഫെസിലിറ്റിയുള്ള ഒരു ടൂളാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സൂചിപ്പിച്ച പോലെ വാറൻ ബഫറ്റിൻ്റെ ബെർക്ഷയർ ഹാത്താവേ വലിയ രീതിയിലാണ് ആൽഫബറ്റ് കഴിഞ്ഞ ക്വാർട്ടറിൽ ബൈ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. ആപ്പിളിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒക്ടോബർ മാസത്തിലെ വലിയ സെയിൽസ് ഫിഗേഴ്സാണ് ചൈനയിൽ നിന്ന് വന്നിട്ടുള്ളത്. 37% ആപ്പിൾ iPhone 17 സെയിൽസ് ചൈനയിൽ ഇൻക്രീസ് ആയിട്ടുള്ളത്. ഇതും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ആപ്പിളിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ നൽകാൻ പോകുന്നത്. അപ്പോൾ ഈ രണ്ട് സ്റ്റോക്കുകളാണ് ഇന്നലെ അമേരിക്കയിൽ വലിയ സെൽ ഓഫിലും കാര്യമായിട്ടുള്ള പരിക്കുകളില്ലാതെ പിടിച്ചു നിന്നിട്ടുള്ള സ്റ്റോക്കുകൾ. അതേസമയം മറ്റ് സ്റ്റോക്കുകളെല്ലാം തന്നെ സെൽ ഓഫ് ആണെന്നല്ലേ കണ്ടിട്ടുള്ളത്. ഇന്നാണ് NVIDIAയുടെ Q3 റിസൾട്ട് വരുന്നത്. ഈ റിസൾട്ടിന് ശേഷമുള്ള ഗൈഡൻസ് അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ തന്നെയാണ് NVIDIAയുടെ ഇന്നത്തെ സ്റ്റോക്ക് ട്രെൻഡ് ഡിക്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ മെക്കൻസി പോലുള്ള അക്കൗണ്ടിങ് റിസർച്ച് ഫേമുകളൊക്കെ പറഞ്ഞിരിക്കുന്നത് 5 ബിഗ് ടെക്നോളജി കമ്പനികൾ ഇതുവരെ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് $371 ബില്യൺ AI ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി. 2030 ആകുമ്പോഴേക്കും $5.2 ട്രില്യൺ വർത്ത് ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമായിരിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് വലിയ റിട്ടേൺ ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റും കൂടി ഇറക്കിയിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ബബിളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇത്തരത്തിലുള്ള മെക്കൻസിയുടെ സ്റ്റേറ്റ്മെൻറ്റും സ്ലൈറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് സ്റ്റോക്ക് പ്രൈസസിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ച് AI ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് സ്റ്റോക്ക് പ്രൈസസിൽ. അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ അപ്രൂവൽ റേറ്റ് വീണ്ടും അമേരിക്കയിൽ താന്നിരിക്കുകയാണ്. 38% മാത്രമേ ഇപ്പോൾ ട്രംപിന് അമേരിക്കക്കാർ അപ്രൂവൽ കൊടുത്തിട്ടുള്ളൂ. റിപ്പബ്ലിക്കൻസ് അടക്കം 82% ജനങ്ങളും ട്രംപിൻ്റെ പോളിസികളോട് നെഗറ്റീവായിട്ടാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ട്രംപിനെ സംബന്ധിച്ച് വീണ്ടും നെഗറ്റീവ് ന്യൂസ് തന്നെയാണ്. ഈ യങ് വോട്ടേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 100% ട്രംപിന് എഗൻസ്റ്റ് ആയിട്ടാണ് അവരുടെ അഭിപ്രായം തുറന്നു പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ട്രംപിൻ്റെ ടഫ് മെഷേഴ്സൊക്കെ മാറ്റാനുള്ള ഒരു ഇൻഡിക്കേറ്ററും കൂടിയാണ് ഇത്തരത്തിലുള്ള ഒപ്പീനിയൻ പോൾ റിസൾട്ടുകളെല്ലാം തന്നെ. ഓവറോൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ വീണ്ടും സ്ലൈറ്റ് വൊളാറ്റിലിറ്റി ഒക്കെ കണ്ടേക്കാം. ഇന്നലത്തെ S&P 500 വിക്സിൻ്റെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ 24.69 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് സ്ലൈറ്റ് വൊളാറ്റിലിറ്റിനെ തന്നെയാണ് അമേരിക്കൻ മാർക്കറ്റിൽ. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകളും വീക്കായിരുന്നു. ഏഷ്യയിൽ ഇന്ത്യ അടക്കം എല്ലാ മാർക്കറ്റുകളും ഇന്നലെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ എല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഗോൾഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെയും നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റിയാണ് കാണിച്ചിരുന്നത്. പക്ഷേ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ വീണ്ടും ബെറ്ററാണ്. $4076 പെർ ഔൺസ് ആണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. സിൽവറും വൊളാറ്റിലിറ്റി കാണിച്ചിരുന്നു. ഇന്ന് മോർണിംഗിൽ ബെറ്ററാണ്. $51.07 പെർ ഔൺസ് ആണ് സ്പോട്ട് ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. കോപ്പറാണ് മറ്റൊരു കമ്മോഡിറ്റി മാർക്കറ്റിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം മറ്റ് കമ്മോഡിറ്റികളെല്ലാം തന്നെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി ഇന്നലെ $US എഗൻസ്റ്റ് ആയിട്ട് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു. ഇനി ഗോൾഡിൻ്റെ ഓവറോൾ ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ചൈനീസ് സെൻട്രൽ ബാങ്ക് ബൈ ചെയ്യുന്ന ഗോൾഡൊക്കെ അണ്ടർ റിപ്പോർട്ടിംഗ് ആണെന്നാണ് പറഞ്ഞിരുന്നത്. UK നിന്ന് ചൈനയിലേക്ക് ഒക്ടോബർ മാസത്തിൽ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള 47 ടണ്ണാണ്. പക്ഷേ ചൈന റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 10 ടണ്ണാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചൈന വലിയ രീതിയിലാണ് ഗോൾഡ് വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളുണ്ട്.
ഒപ്പം ഇത്തരത്തിലുള്ള വാങ്ങലുകളൊന്നും തന്നെ 100% റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും ചൈനയെ സംബന്ധിച്ച് ഗോൾഡ് അക്യുമുലേഷൻ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 12 മാസമായിട്ടും ചൈനീസ് സെൻട്രൽ ബാങ്ക് ഗോൾഡ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് സെൻട്രൽ ബാങ്കുകളും കൂടി അഗ്രസീവായിട്ട് ഗോൾഡ് വാങ്ങാനായിട്ട് തുനിയാണെങ്കിൽ തീർച്ചയായിട്ടും ഗോൾഡ് പ്രൈസിലൊരു ഫ്രൻസി കാണാനുള്ള സാധ്യതകളുണ്ട്. ഗ്ലോബൽ സെൻട്രൽ ബാങ്കുകളുടെ റിസർവിൻ്റെ 1% കൂടി ഗോൾഡ് വാങ്ങാനായിട്ട് ഗ്ലോബൽ സെൻട്രൽ ബാങ്കുകൾ തീരുമാനിക്കുകയാണെങ്കിൽ 762 ടൺ ഗോൾഡ് വേണ്ടി വരുന്നതാണ് പറയുന്നത്. കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഗ്ലോബൽ സെൻട്രൽ ബാങ്കുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന അറൗണ്ട് 1000 ടൺ ഗോൾഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും ഫോറക്സ് റിസർവിൻ്റെ ഒരു ശതമാനം ഗോൾഡിലേക്ക് മാറ്റുകയാണെങ്കിൽ അഡീഷണൽ 762 ടണ്ണും കൂടി വന്നേക്കാം. ഇത് വലിയ ഫ്രൻസി ഗോൾഡ് പ്രൈസിൽ ഉണ്ടാക്കുന്നതാണ് റിസർച്ച് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ന്യൂസുകളെല്ലാം തന്നെ ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസുകൾ തന്നെയാണ്. അടുത്ത ദിവസങ്ങളിൽ അതുപോലെ തന്നെ 2026 ഗോൾഡ് വീണ്ടും നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മോർഗൻ സ്റ്റാൻലി ഇന്ത്യൻ മാർക്കറ്റിൽ വീണ്ടും ബുള്ളിഷ് കമൻ്റ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. സെൻസെക്സ് നോർമൽ സിനാരിയോയിൽ 95,000 ആണ് 2026 ഡിസംബറിൽ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ്. ഇനി ബുള്ളിഷ് കേസ് സിനാരിയോയിൽ 107,000 ആണ് സെൻസെക്സിൻ്റെ ടാർഗറ്റ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതേസമയം ബെയർ കേസ് സിനാരിയോയിലാണെങ്കിൽ 76,000. മുമ്പ് പ്രഡിക്റ്റ് ചെയ്തതിനേക്കാളും സ്ലൈറ്റ്ലി ബെറ്റർ പ്രഡിക്ഷനാണ് ഇന്നലത്തെ പ്രഡിക്ഷൻ. ഇനി മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയ ന്യൂസ് നോക്കുകയാണെങ്കിൽ ജയപ്രകാശ് അസോസിയേറ്റ്സ് ക്രെഡിറ്റേഴ്സ് അഡാനിയുടെ ഓഫറാണ് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. വേദാന്തയുടെ ഓഫറായിരുന്നു ബെറ്റർ ഓഫർ. പക്ഷേ അപ്രണ്ട് പേയ്മെൻറ്റ് കൂടുതൽ അല്ലെങ്കിൽ മുൻപ് നടത്താൻ പോകുന്നത് അഡാനി ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ അഡാനിയുടെ ഓഫറാണ് ക്രെഡിറ്റേഴ്സ് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. IPOs നോക്കുകയാണെങ്കിൽ കാപ്പിലറി ടെക്നോളജീസ് ഇന്നലെ ഹ്യൂജ് ഓവർ സബ്സ്ക്രിപ്ഷനാണ് വന്നത്. 52.98 ടൈംസാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കാര്യമായിട്ടുള്ള രീതിയിൽ ഓവർ സബ്സ്ക്രിപ്ഷൻ വരാത്ത സ്റ്റോക്കുകളൊക്കെ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഹ്യൂജ് അപ്രിസിയേഷനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലിസ്റ്റിംഗ് ഗെയിൻ കാപ്പിലറി ടെക്നോളജിയിലും എക്സ്പെക്റ്റ് ചെയ്യാം. ഇന്ന് ഓപ്പൺ ചെയ്യുന്ന IPOs ഉണ്ട്. എക്സൽ സോഫ്റ്റ് ടെക്നോളജീസ് ഉണ്ട്. അതുപോലെ തന്നെ SME IPO ഉണ്ട്. BSE SMEയിൽ മെയിൻ ബോർഡിൽ IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് എക്സൽ സോഫ്റ്റ് ടെക്നോളജീസ് കൺസിഡർ ചെയ്യാം. മൈനർ ലിസ്റ്റിംഗ് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഓർഡർ ബാഗിങ് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ ഗോയൽ കൺസ്ട്രക്ഷൻ 173 കോടി രൂപ വരെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. GR ഇൻഫ്രാ പ്രൊജക്ട്സ് 262 കോടി രൂപ വരെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ഒപ്പം റെക്കോർഡ് ഡേറ്റുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ക്യാംസിൻ്റെ റെക്കോർഡ് ഡേറ്റ് വന്നിട്ടുണ്ട് December 5 1:5 സ്റ്റോക്ക് സ്പ്ലിറ്റ് ആണ്. അതോടൊപ്പം തന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ റെക്കോർഡ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി വാൾസ് ഐസ്ക്രീം ഡീമർജ് ചെയ്യാൻ വേണ്ടിയാണ് 1:1 ആണ്. ഡീമർജർ റേഷ്യോ December 1 റെക്കോർഡ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെ വീണ്ടും സെല്ലേഴ്സാണ്. 728.82 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വിറ്റിട്ടുണ്ട്. അതേസമയം ഡൊമസ്റ്റിക് ഫണ്ടുകൾ 6156.83 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. ഓവറോൾ മാർക്കറ്റിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഞാൻ ഇന്നലെ സൂചിപ്പിച്ച പോലെ വേഴ്സ്റ്റ് നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് ഡിസ്കൗണ്ടഡ് ആണ്. ഇനി ഗ്ലോബൽ മാർക്കറ്റുകളിൽ വലിയ രീതിയിലുള്ള നെഗറ്റീവ് റിയാക്ഷൻസ് വരുമ്പോൾ അതിൻ്റേതായ മൈനർ റിയാക്ഷൻസൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായേക്കാം. അല്ലാത്ത പക്ഷം നമ്മുടെ മാർക്കറ്റ് ഒരു സ്റ്റെബിലിറ്റി കാണിക്കാനാണ് ചാൻസസ് കൂടുതൽ. ഗ്ലോബൽ മാർക്കറ്റുകൾ വലിയ രീതിയിൽ വൊളാറ്റിലിറ്റി കാണിക്കുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ മാർക്കറ്റ് അടുത്ത ദിവസങ്ങളിൽ നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. അത്തരത്തിലുള്ള റിസൾട്ട് ഓറിയൻറ്റഡ് അസസ്മെൻ്റാണ് Q2 റിസൾട്ട് അസസ്മെൻ്റാണ് നമുക്കുള്ളത്. ഒപ്പം ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് താരിഫ് റിലേറ്റഡ് ഇഷ്യൂസ് സെറ്റിൽ ആവുകയാണെങ്കിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായേക്കാം. അതോടൊപ്പം തന്നെ February 1 നടക്കുന്ന അല്ലെങ്കിൽ February 1 അവതരിപ്പിക്കാൻ പോകുന്ന യൂണിയൻ ബഡ്ജറ്റ് റിലേറ്റഡ് ഡിസ്കഷൻസൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ആ ന്യൂസ് ഫ്ലോസ് അനുസരിച്ച് മാർക്കറ്റ് ഒരു മൂവ്മെൻ്റ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ പോസിറ്റീവ് വ്യൂ ആണ് നമ്മുടെ മാർക്കറ്റിനെ കുറിച്ചുള്ളത്. എന്നിരുന്നാലും ഗ്ലോബൽ ഫാക്ടേഴ്സിൻ്റെ ഒരു റിയാക്ഷനൊക്കെ നമ്മുടെ മാർക്കറ്റിൽ കണ്ടേക്കാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാൻ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.